ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന് നിവേദനം നൽകി സിനിമാ സംഘടനകൾ. അമ്മ, ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകൾ ചേർന്ന് നൽകിയ നിവേദനം കേന്ദ്രമന്ത്രിക്ക് കൈമാറി. നിവേദനം പരിശോധിക്കണമെന്ന് മന്ത്രി ഉറപ്പു നൽകിയെന്ന് നിർമ്മാതാവും ജനം TV എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ജി സുരേഷ് കുമാർ അറിയിച്ചു. സെൻസർ ബോർഡിലെ ചില ആളുകൾ സെൻസിബിൾ ഇല്ലാതെ പ്രവർത്തിക്കുന്നുവെന്നും വിമർശനം. ആരുടെ പേരിലായാലും ഇപ്പം നിങ്ങളുടെ ഒക്കെ പേരെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് എങ്ങനെയെങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് വലിയ ബുദ്ധിമുട്ടാവും. അപ്പം അത് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അത് എന്താണെന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയിട്ട് പറഞ്ഞു. എന്താ അല്ല, മാർഗരേഖ ഇപ്പോൾ ഇല്ലല്ലോ. അത് അവരാണ് ഉണ്ടാക്കേണ്ടത്, സെൻസർ ബോർഡാണ് ഉണ്ടാക്കേണ്ടത്. നമ്മളിപ്പോൾ അദ്ദേഹത്തിനൊരു നിവേദനമാണ് കൊടുത്തത്, ഇൻഡസ്ട്രിയുടെ നിവേദനം. ഞാനിവിടെ ഇങ്ങനെ ഒരു പരിപാടിക്ക് വരുന്നതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിനെ. ഇപ്പോൾ സെൻസർ ബോർഡ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് പറയുമ്പോൾ ഇത് സുരേഷ് ഗോപിയാണോ മോഹൻലാലാണോ എന്ന് അവർ നോക്കൂലല്ലോ. അപ്പോൾ അവരുടെ കാര്യങ്ങളെ അവിടെ നോക്കാറ്. പടം UA ക്ലിയർ ചെയ്ത് പോയ പടമാണ്. ഇതിന് മുമ്പ് വന്നത് യു സർട്ടിഫിക്കറ്റായിട്ട് ക്ലിയർ ചെയ്ത് പോയ പടം. 2 പടം അവിടെ നിർത്തേണ്ടി വന്നു എന്നുള്ളതാണ്. വിവരങ്ങൾ ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമാ തർക്കം കൂടി ഒരുപക്ഷെ പരിഹരിക്കപ്പെടാൻ പോകുകയാണ് നമ്മുടെ ഈ പരിപാടിയിലൂടെ. ശ്രീകാന്ത്, കേന്ദ്രമന്ത്രിക്ക് ഇന്ന് ഒരു നിവേദനം നൽകുകയുണ്ടായത്. നമ്മുടെ അമ്മ, ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ ഒരു നിവേദനമാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മുമ്പാകെ നൽകുകയുണ്ടായത്. മാത്രമല്ല, കേന്ദ്രമന്ത്രിക്ക് ഈ നിവേദനം നൽകിയതിനു ശേഷം മന്ത്രി അത് ഉറപ്പ് കൂടി നൽകിയിട്ടുണ്ട്. അത് പരിശോധിക്കുമെന്നും അതിന് പരിഹാരം കാണും എന്നുമാണ് അദ്ദേഹം ഉറപ്പ് നൽകിയത്. ജനം TVയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനും നിർമ്മാതാവുമായ ജി സുരേഷ് കുമാറാണ് ഈ നിവേദനം മന്ത്രിക്ക് ജനം TVയുടെ ഈ ഗ്ലോബൽ എക്സലൻസ് അവാർഡ് ഷോയിൽ വെച്ച് നൽകുകയുണ്ടായത്. സെൻസർ ബോർഡിലെ ചില ആളുകൾ സെൻസിബിൾ അല്ലാതെ പെരുമാറുന്നു എന്നുള്ളതാണ് അദ്ദേഹം ആക്ഷേപമായി ഉന്നയിച്ചത്. ഈ വിഷയം നേരത്തെ കേരളത്തിൽ വലിയ ചർച്ചയാവുകയും ജഡ്ജ് നേരിട്ട് പോയി ഈ സിനിമ വീക്ഷിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിൻ്റെ തുടർ ചലനങ്ങൾ സ്വാഭാവികമായും ഉണ്ടാവുകയും ചെയ്യും കോടതിയിൽ നിന്നും. അതിനിടെയാണ് ഇങ്ങനെയൊരു മൂവ് കൂടി. അത് ഈ നിവേദനം നൽകുന്നത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല, തുടർച്ചയായി ഇനി ഉണ്ടാകാൻ പോകുന്ന സിനിമകൾക്കടക്കം അതിൻ്റെ ഗുണമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം സെൻസർ ബോർഡിൽ ചില ആളുകൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് സിനിമാ മേഖലയ്ക്ക് മൊത്തത്തിൽ ഒരു മോശം അഭിപ്രായമുണ്ട്. അവരതിന് എതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തു. ഈ നിസ്സാര കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെരുപ്പിച്ച് കാട്ടുന്നത് ശരിയല്ല എന്നാണ് സിനിമാ സംഘടനകളും ആരോപിക്കുന്നത്. എന്തായാലും മന്ത്രി അത് വിശദമായി പരിശോധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ ജനം ഗ്ലോബൽ എക്സലൻസ് അവാർഡിന് മാറ്റുകൂട്ടുന്ന മറ്റൊരു വിഷയം കൂടിയായി അത് മാറും. ഓക്കെ, ശ്രീകാന്താണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.